ഞാനേ കുറച്ച് മസിലൊക്കെ വെക്കാൻ വേണ്ടിട്ട് ക്രിയാറ്റിൻ അല്ലെങ്കിൽ വേ പ്രോട്ടീൻ എന്തെങ്കിലും എടുക്കാനുള്ള ഒരു കാര്യം ഇനി വെൽക്കോറിന്റെ ക്രിയേറ്റ് വെൽക്കോർ ഉള്ളിലാ പിന്നെ മസിൽ ബേസിൽ സാധനം സൂപ്പർ എന്നാ കാര്യം എടുത്തു വിട്. അതെന്തിനാ അങ്ങനെ പറയണ നാളെ USA മെയ്ഡ് സാധനമുണ്ട് ഡയബറ്റീസ്. അതെടു. അല്ലെങ്കിൽ ഡയബറ്റീസാ നമുക്ക് മസിൽ ടെക്നറി. നീ എവിടെയെങ്കിലും ഉറച്ചില്ലടാ. ഒന്നും നോക്കണ്ട, നമുക്ക് കോച്ചിന്റെ കോച്ചിന്റെ അടുത്ത് വയ്യ. മക്കളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ണി കണ്ട ഇൻഫ്ലുവൻസിന്റെ കൂടെ പോവാതെ നിങ്ങൾക്ക് ആവശ്യം എന്താണ് എന്ന് നോക്കിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ നോക്കുക. ഓക്കെ, പൈസ ബ്രാൻഡ് നോക്കരുത്. ഇപ്പം നമ്മൾ ക്രിയാറ്റിൻ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഏത് ക്രിയാറ്റിൻ, നമുക്ക് ആവശ്യമുള്ള ഏത് ക്രിയാറ്റിൻ ആണെന്ന് നോക്കുക. അപ്പോൾ ബ്രാൻഡിന്റെ പിറകെ പോവാതെ ക്രിയാറ്റിൻ മൈക്രോക്സിഡ്, ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണെന്ന് നോക്കുക. ഏകദേശം എല്ലാ ബ്രാൻഡിലും സെയിം സാധനമാണ് വരുന്നത്. ഏതാണ്? മൈക്രോക്സിഡ് മോണോഹൈഡ്രേറ്റ്. അപ്പം മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പൈസ കൂടിയ സാധനം, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ് ഉണ്ട്, അത് കൂടിയ സാധനമാണെന്ന് പറഞ്ഞ് ക്രിയാറ്റിന് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടും എന്ന് ഉദ്ദേശിച്ച് ആ സാധനം മേടിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം നിങ്ങൾക്ക് എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം. ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാരസെറ്റാമോൾ, നിങ്ങൾ 500 mg ഒരു പാരസെറ്റാമോൾ ഒരു കടയിൽ ചെല്ലുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് നമ്മൾ ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറയും. കാരണം ഏത് ബ്രാൻഡ് മേടിച്ചാലും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒന്നേ കിട്ടും. അതേപോലെയാണ് ക്രിയാറ്റിനായാലും വേ പ്രോട്ടീൻ ആയാലും. പിന്നെ വേ പ്രോട്ടീൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതാണ് ഐസൊലേറ്റ് വേണോ, കോൺസെൻട്രേറ്റ് വേണോ, ഹൈഡ്രോലൈറ്റ് വേണോ എന്ന് നോക്കാം. നമ്മൾ ബിഗിനേഴ്സ് ആയിട്ട് ആളാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എമൗണ്ട് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അമിനോ സ്പൈക്കിങ്ങും അതിൻ്റെ ഫിൽട്രേഷനും മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഐസൊലേറ്റ്, പിന്നെ ഹൈഡ്രോലൈറ്റ്. ഐസൊലേറ്റും ഹൈഡ്രോലൈറ്റും വരുന്നത് അബ്സോർഷൻ, നമുക്ക് എന്തെങ്കിലും അലർജറ്റിക് വിഷയമുണ്ട് അല്ലെങ്കിൽ ദഹിക്കാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലോട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കട്ടിങ് ഫേസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ അത്രയും വില കൊടുത്ത് അത് എടുക്കേണ്ട ഐസൊലേറ്റും ഹൈഡ്രോലൈറ്റിലും വരുന്നതെന്ന് വെച്ചാൽ അബ്സോർഷൻ കൂടുതലാണ്. കോൺസെൻട്രേഷനെയും കാലം ഫാസ്റ്റ് അബ്സോർഷൻ ആണ് ഐസൊലേറ്റും ഹൈഡ്രോലൈറ്റും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താണ് വാങ്ങാനുള്ളതെന്ന്? ബ്രാൻഡിന്റെ പിറകെ അല്ല പോകാനുള്ളത്, എമൗണ്ടിന്റെ പിറകെ അല്ല പോകാനുള്ളത്. കാരണം നമ്മളിപ്പോൾ 10,000 12,000 രൂപ കൂടിയ സാധനം എടുത്തെന്നും പറഞ്ഞപ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. വേ പ്രോട്ടീന് ഏകദേശം ഒരു റിസൾട്ട് ഉണ്ട്, അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് മനസ്സിലാക്കുള്ളൂ എന്ന് വെച്ചാൽ, ചാത്ത സാധനവും പോയി മേടിക്കരുത്. ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്ന സാധനം ഒരിക്കലും ചീപ്പ് സാധനങ്ങൾ എവിടെയും കേൾക്കാത്തൊരു ബ്രാൻഡൊന്നും മേടിച്ച് തിന്നരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ അത് അനുയോജ്യമായി യൂസ് ചെയ്യുക.